നമസ്കാരം. ഇപ്പൊ രാത്രി 11:30 അമ്പുവേട്ടനിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ടായേ. അപ്പോ അതിനിടയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എല്ലാം തുടച്ച് അടുക്കളയിൽ ഇങ്ങനെ പാവം അങ്ങനെയല്ലേ പണിയെടുത്തോണ്ട് ഇതുവരെ 11:30 കഴിഞ്ഞപ്പോൾ എടുക്കേണ്ട പണി ഇതെല്ലാം രാവിലത്തെ നമ്മളെല്ലാം രാത്രി തന്നെ പരിപാടി പിന്നെ രാവിലെ എഴുന്നേൽപ്പോൾ നല്ല മൂടായി ഫ്രഷ് മൂടുണ്ടാവും. രാവിലെ ഫുള്ള് വേർത്തു കുളിച്ച് ശരണപ്പുളിയെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും പണിയെടുക്കാതിരിക്കാൻ ആരുമില്ലല്ലോ. പിന്നെ അതുകൊണ്ട് എന്താ പറയാ, ഞാൻ വെയിറ്റ് ചെയ്യണം, അമ്പുവേട്ടന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണം. എന്തേ ഉറങ്ങാത്തെ? ഉറങ്ങിക്കോ അമ്പുവേട്ടാ. ദൈവം TV തുറക്കുന്നു, TV തുറക്കുന്ന പൊന്നൂസ്. പൊന്നൂസ് ആരും ഇറങ്ങി ഉണ്ടാ, അവൻ TV വെക്കുന്നു. അച്ഛൻ ഉറങ്ങിയല്ലേ എന്ന് പറഞ്ഞിട്ടോ TV വെക്കുന്നു. വാവാ ഉറങ്ങി ഉണ്ടാ. അയ്യോ, ഞാനും കിടക്കാൻ വേണ്ടി നോക്കി, പക്ഷെ അമ്പുവേട്ടൻ ഉറങ്ങണത്രേ. അമ്പുവേട്ടൻ പാവം. പിന്നെ ഞാൻ മുടിയെല്ലാം ചീവി വെച്ചിട്ടുണ്ട്. കുളിച്ചിട്ട് രാത്രി കുളിച്ചിട്ട് ഇപ്പൊ കുളിച്ചതല്ലേ കുറച്ചുകൊണ്ട് എന്റെ സുഖമല്ലേ കുളിച്ചിട്ട് കിടക്കാൻ. അപ്പോ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. 11:30 അമ്പുവേട്ടന് ഉറങ്ങാനായിട്ട് പാവം ഒരേ പണി തന്നെ. ചപ്പാത്തിയും കറിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ വന്നിട്ട് അമ്മായിൻ്റെ വീട്ടിൽ പോയിട്ട് ഇപ്പോഴാണ് വന്നത്. കുറച്ച് സമയം 8 മണിയൊക്കെ. അതിനുശേഷം വന്ന് ചപ്പാത്തിയും കറിയെല്ലാം ആക്കി. അതിനു മുമ്പിൽ കുളിച്ച് ഇതെല്ലാം കണ്ട് കർപ്പൂരം കണ്ട് ചപ്പാത്തിയും കറിയിലാക്കി ആ പാത്രങ്ങളെല്ലാം കഴുകി എല്ലായിടയ്ക്കും തുടക്കുമ്പോഴത്തേക്ക് വീണ്ടും വിയർത്ത് എല്ലാം പാത്രമെല്ലാം കഴുകി വെച്ചിട്ട് എനിക്ക് ഈ കൈ പൊങ്ങുന്നില്ലല്ലോ. അതാണ്, കൈ ഭയങ്കര വേദനയാണ്. ഞാനിങ്ങനെ നിങ്ങളോട് ചിരിച്ച് വർത്താനം പറഞ്ഞാൽ ഭയങ്കര വേദനയാണ്. അങ്ങനെ ഓക്കെ.